മെട്രോയും എയിംസും ഒക്കെ നമുക്ക് പിന്നെ ചർച്ചിക്കാം കേട്ടോ. നമുക്ക് അടിസ്ഥാന ജീവിത തത്വങ്ങൾ, അതിൽ ആമ എന്താണ്, ആമയുടെ മുട്ട എന്താണ്, തേങ്ങ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യേണ്ടത്. എനിക്കറിയാം, എനിക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ചില ചോദ്യങ്ങൾ നേരിടേണ്ടതുണ്ട്, അതിന് ഉത്തരവും നൽകേണ്ടതുണ്ട്. നിങ്ങൾ അതിന് തയ്യാറെടുത്താണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്വാഭാവികം മാത്രം, അത്രയുള്ളൂ. പക്ഷേ ഇത് ജനങ്ങളെ സംബന്ധിക്കുന്ന, അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന, ഒരുപക്ഷെ കഴിഞ്ഞ 25 വർഷമായിട്ട് തൃശ്ശൂരിലെ ജനങ്ങളെ മോഹിച്ചത് 24-ൽ അവരുടെ ഒരു പുനഃചരിത്ര രചനയിലൂടെ അവർ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ അങ്ങനത്തെ ശ്രമം ഉണ്ടാകുന്നത്. മെട്രോയും എയിംസും ഒക്കെ നമുക്ക് പിന്നെ ചർച്ചിക്കാം കേട്ടോ. നമുക്ക് അടിസ്ഥാന ജീവിത തത്വങ്ങൾ, അതിൽ ആമ എന്താണ്, ആമയുടെ മുട്ട എന്താണ്, തേങ്ങ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യേണ്ടത്. കേരള സർക്കാരിന്റെ മുമ്പിൽ വെച്ച് തൃശ്ശൂരിന്റെ ചുമതലയുള്ള രാജൻ മന്ത്രി, ഞാൻ അദ്ദേഹത്തെ മാത്രമേ ഒരു ഇത്തിരി മൂല്യമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുള്ളൂ. അദ്ദേഹവും ചേർന്ന് ഇതാണ്, അല്ലെങ്കിൽ ഇതൊട്ടുമേ അല്ല ഇതിന് പറ്റിയത്, ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ എന്ന് പറഞ്ഞ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പോട്ട് വന്നില്ലെങ്കിൽ ജനങ്ങൾ നയിക്കുന്ന, ഞാൻ പിൻനിരയിൽ പങ്കെടുക്കുന്ന ഒരു പങ്കാളിയായി, മന്ത്രിയായിട്ടല്ല, എനിക്കതിന് അവകാശമില്ല, ഒരു MP ആയിട്ടുമല്ല, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തൃശ്ശൂരിനോട് ഗ്രാറ്റിറ്റ്യൂഡുള്ള, സമർപ്പണ ബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പങ്കെടുക്കുന്ന ഒരു പദയാത്രയിലേക്ക് നിങ്ങൾ ഇതിനെ വലിച്ചഴക്കുകയായിരിക്കും. ജനങ്ങൾ നയിക്കുന്നു, ഉറപ്പായിട്ട്. വ്യക്തിയായിട്ടായിരിക്കും നടത്തുന്നത്, ആർജവത്തോടെ, ഇന്റഗ്രിറ്റി. ആ ഇന്റഗ്രിറ്റി, മീഡിയ ഇന്റഗ്രിറ്റിയാണ് എനിക്ക് കാണേണ്ടത്. അടുത്ത ഒരാഴ്ച നിങ്ങൾ ഇതിവിടെ എത്തിക്കാൻ പോകുന്നു. ഇത് കേരളത്തിലെ മറ്റ് 6 ജില്ലകൾക്കെങ്കിലും ഇതൊരു മോഡലായി മാറും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ആ വാക്ക് ഇവിടെ പറയുന്നില്ല, കാരണം തമിഴ്നാട്ടിലും കേരളത്തിലും ഇലക്ഷനാണ്. ആ ഒരു കമ്പോണന്റ് ഞാനിവിടെ അവതരിപ്പിച്ചാൽ അടുത്ത ബഹളമാണ്. അതുകൊണ്ട് ആ വാക്ക് ഞാൻ പറയുന്നില്ല, ആ കമ്പോണന്റിനെ ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല. അതടക്കമുള്ള വിഷയങ്ങളുണ്ട്, ജലം തന്നെയാണ്. അപ്പോ നമുക്ക് രാഷ്ട്രീയക്കാരെയും ബുദ്ധിമുട്ടിക്കേണ്ട, ജനങ്ങളുടെ വിഷയമാണ്. ജനങ്ങളുടെ കൂടെ പത്രസമൂഹം നിൽക്കുമോ, അടിയുറച്ചു നിൽക്കുമോ, കല്ലുറപ്പോടെ നിൽക്കുമോ എന്ന് ഈ ഒരാഴ്ച കൊണ്ട് ഈ പദ്ധതിയെ സംബന്ധിച്ച് നിങ്ങൾ എനിക്ക് ഒരു അഫിഡവിറ്റ്, ഒരു എൻഡോഴ്സ്മെന്റ് സമൂഹത്തിൽ നൽകിയ, നിങ്ങൾ ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഞാൻ താമസിയാതെ ഒരാഴ്ച കഴിഞ്ഞ് തരും. പക്ഷെ ഇതിന്റെ ഒരു സോൾഫുൾ റെപ്രസെന്റേഷൻ, ട്രാൻസാക്ഷൻ ഇൻ ടു ലിവിങ് കമ്മ്യൂണിറ്റീസ്, ജാതിയും മതവും എല്ലാം ഉള്ളതും ഇല്ലാത്തതുമായ സമൂഹത്തിലേക്ക് ഇത് സത്യസന്ധമായി എത്തിക്കുന്നത് എനിക്ക് കാണും. കാരണം മറ്റതിന് ഒരുപാട് എന്താണ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് റവന്യൂ ജനറേറ്റിംഗ് എലമെന്റ്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ അതല്ലേ നടക്കുന്നുള്ളൂ. ഞാൻ തേങ്ങ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചാൽ അത് എത്ര കോടി രൂപയായിട്ടാണ് മാറുന്നത്? വ്യാഖ്യാനവും ദുർവ്യാഖ്യാനവും എല്ലാം ചേർത്ത് എത്ര കോടി രൂപയാണ് ട്രാൻസാക്ഷൻ? കം ഔട്ട്. അതിനകത്തൊരു എക്കണോമിക്സ് ഇല്ലേ? മീഡിയ മെറ്റീരിയൽ എന്ന് വലിയ പണം സമ്പാദന മാർഗമല്ലേ? അല്ലേ? അപ്പൊ അത് നമുക്ക് ചെയ്യാം, അത് ഞാൻ തരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.